തന്നെ ലക്ഷ്യമിട്ടുള്ള പാർട്ടിയിലെ വിമത നീക്കങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നേതൃത്വത്തിൽ ഏകോപനമുണ്ടെന്നും എതിർ ശബ്ദങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടതില്ലെന്നുമാണ് സതീശൻ ഇന്ന് മറുപടി നൽകിയത്. എന്നാൽ സതീശന്റെ ശൈലി മാറ്റം ആവശ്യപ്പെട്ട് പരസ്യമായ നീക്കങ്ങൾക്ക് ഒരുങ്ങുകയാണ് ഒരു വിഭാഗം യുവ നേതാക്കൾ. താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് ചാണ്ടി ഉമ്മനും ഇന്ന് പ്രതികരിച്ചു. എന്നാൽ തന്റെ പരാമർശം വി.ഡി. സതീശനെതിരെ ആയിരുന്നില്ല എന്നും ചാണ്ടി ഉമ്മൻ ഇന്ന് വിശദീകരിക്കുകയുണ്ടായി. തന്നെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളിൽ കരുതലോടെയാണ് വി.ഡി. സതീശന്റെ പ്രതികരണം. എല്ലാവരെയും ഏകോപിപ്പിക്കാൻ നേതൃത്വത്തിന് കഴിയണമെന്ന രമേശ് ചെന്നിത്തലയുടെ ഒളിയമ്പിന് മറുപടി ഇങ്ങനെ: എന്റെ മിഷൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വേറെയാണ്. അത് ഭംഗിയായിട്ട് ചിട്ടയായിട്ട് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. എനിക്ക് എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം അത്തരം കാര്യങ്ങളിൽ കിട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടായിരുന്നു. ചാണ്ടി ഉമ്മന്റെ പരസ്യ നീക്കത്തെയും സതീശൻ തള്ളി. കോൺഗ്രസിലെ എതിർ ശബ്ദങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകേണ്ടതില്ലെന്ന് ചാണ്ടിക്ക് പരോക്ഷ മറുപടി. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നോട് ചോദിച്ചാൽ ഞാൻ അപ്പോൾ പറയും, ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയാണ്. കോൺഗ്രസിലുള്ള ജനാധിപത്യപരമായ ചർച്ചകൾ നന്നായി നടക്കും. എല്ലാവർക്കും അതിനുള്ള അവസരങ്ങൾ പാർട്ടിയിലുണ്ടാവും. ഹൈക്കമാൻഡിൽ നിന്നുള്ള പിന്തുണയാണ് സതീശന്റെ ആയുധം. ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയവും മുന്നണിയിലെ ഏകോപനം ഫലവത്താകുന്നതും തന്റെ നേതൃത്വ വിജയമായി സതീശൻ ഉയർത്തിക്കാട്ടുന്നു. എന്നാൽ വി.ഡി. സതീശന്റെ ശൈലി മാറ്റമാണ് വിമത നീക്കം നടത്തുന്നവരുടെ ആവശ്യം. ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ഈ കൂട്ടായ്മയ്ക്ക് സതീശൻ വിരുദ്ധരായ മുതിർന്ന നേതാക്കളുടെ പിന്തുണയുമുണ്ട്. കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു ശൈലി ഒന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ കുറച്ചു കാലങ്ങളായിട്ട് ഇതിനകത്ത് ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിൽ ലൈക്കുമുള്ള ആളുകളെ മാത്രമാണ് ഇതിന്റെ നേതൃതലത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളൊരു വലിയൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് കളമൊരുങ്ങാനിരിക്കെ തർക്കത്തിൽ ഹൈക്കമാൻഡ് നിർദ്ദേശം വന്നേക്കും. കെ സുധാകരനെ മാറ്റാൻ ലക്ഷ്യമിട്ട് സതീശൻ നടത്തിയ നീക്കങ്ങളാണ് എതിർചേരിയെ പ്രകോപിപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സുധാകരൻ തുടരാൻ പൊതുധാരണയുണ്ടായാൽ തർക്കം വെടിനിർത്തലിലെത്തിയേക്കാം. എന്നാൽ സതീശന്റെ നേതൃത്വത്തിൽ അവഗണിക്കപ്പെടുന്നുവെന്ന തോന്നലുള്ള ഒരു വിഭാഗം യുവ നേതാക്കളുണ്ട്. ഇവർക്ക് പരോക്ഷ പിന്തുണ നൽകിയതിനപ്പുറം പരസ്യ നീക്കത്തിലേക്ക് മുതിർന്ന നേതാക്കൾ എത്താൻ സാധ്യതയുമില്ല. അതായത് കോൺഗ്രസിലെ ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് വലിയ ആയുസ്സുണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.